സമയം ഏകദേശം പാതിരാത്രിയോടടുത്തിരിക്കുന്നു. ആകാശം നിലാവിൽ കുളിച്ചു നിൽക്കുന്നു. ചീവീടുകളുടെ ശബ്ദമൊഴിച്ചാൽ ബാക്കിയെല്ലാം നിശബ്ദം മാത്രം. പെട്ടെന്നാണത് സംഭവിച്ചത്. പാലത്തിലൂടെ നടന്നുകൊണ്ടിരുന്ന അലക്സ് എന്ന ചെറുപ്പക്കാരനെ ആരോ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. വെള്ളത്തിലേക്ക് വീണുപോയ അലക്സ് നീട്ടി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ശബ്ദം ഉയരുന്നില്ല. കൈകാലിട്ടടിച്ച് നീന്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും അനക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഞെട്ടിയുണരുന്ന അലക്സ് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അതെ, താൻ തന്റെ വീട്ടിലെ മെത്തയിൽ കിടക്കുകയാണ്. താൻ ഇത്രയും സമയം നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിൽ താൻ കണ്ട പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിരുന്നു അത്. നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും സ്വാഗതം. സ്വപ്നങ്ങളതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരുപാട് രസകരമായ ഒരു വിഷയമാണ് സ്വപ്നം അഥവാ ഡ്രീം. ഉറങ്ങുമ്പോൾ നമ്മളെല്ലാവരും കാണുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങളാണ് സ്വപ്നം. സ്വപ്നം എന്നത് ഉറക്കത്തിന്റെ റാപ്പിഡ് ഐ മൂവ്മെന്റിൽ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാഴ്ചകളാണ്. അതായത് നമ്മുടെ ശരീരം വിശ്രമത്തിലായിരിക്കുമ്പോഴും മനസ്സോ തലച്ചോറോ പ്രവൃത്തിയിലായിരിക്കും. നമ്മുടെ അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ, പേടികൾ ഇവയെല്ലാം സ്വപ്നങ്ങൾ രൂപപ്പെടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോർ വളരെ സജീവമാകുന്നു. അതാണ് സ്വപ്നങ്ങൾ രൂപപ്പെടുന്ന സമയവും. കണക്കുകൾ പ്രകാരം ഒരു വ്യക്തി ഓരോ രാത്രിയും 4 മുതൽ 6 വരെ സ്വപ്നങ്ങൾ കാണുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. സ്വപ്നം എന്തിനു കാണുന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സ്വപ്നം എന്നത് മനസ്സിന്റെ ഒരു ക്ലീനിങ് പ്രോസസ് ആണ് എന്നാണ്. അതായത് ഒരു ദിവസം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുണ്ടായ ഓർമ്മകൾ ഇവയെല്ലാം പുനഃസംഘടിപ്പിക്കാനും നമ്മുടെ മനസ്സിനുള്ളിലെ തോൽവി കുറയ്ക്കാനുമായാണ് സ്വപ്നം സഹായിക്കുന്നത് എന്നാണ്. സ്റ്റിഗ്മൻ ഫ്രോയിഡ് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് ഒരു ദിവസം നമ്മൾ ഗ്രാഹ്യമാക്കുന്ന ആഗ്രഹങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് സ്വപ്നമെന്നാണ്. സ്വപ്നങ്ങൾ പലതരമുള്ളവയാണ്. 1. സാധാരണ സ്വപ്നം, നമ്മൾ ദിവസവും കണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ. 2. ദുസ്വപ്നം അഥവാ നൈറ്റ്മെയർ, പേടിപ്പെടുത്തുന്ന മനസ്സിലാകാത്ത തിരക്കേറിയ സ്വപ്നങ്ങൾ. 3. ലൂസിഡ് ഡ്രീം, സ്വപ്നത്തിൽ തന്നെ നാം സ്വപ്നം കാണുന്നുവെന്ന് മനസ്സിലാവുന്ന സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. 4. റെക്കറിംഗ് ഡ്രീംസ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സ്വപ്നങ്ങൾ. അതായത് നമ്മൾ ഒരിക്കൽ കണ്ട സ്വപ്നം വീണ്ടും നമ്മൾ കാണുന്നത്. ചില സമയങ്ങളിൽ ആളുകൾക്ക് സ്വപ്നം കണ്ടുവെന്ന് തോന്നാതെ ഉണരാറുണ്ട്. പക്ഷേ അവർ സ്വപ്നം കാണുന്നത് സാധാരണ തന്നെയാണ്. ചിലപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടാവുകയില്ല എന്ന് മാത്രം. ജീവജാലങ്ങൾക്കിടയിലും സ്വപ്നം കാണുക എന്ന അനുഭവം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും നായകളിലും പൂച്ചകളിലുമാണെന്ന് മാത്രം. ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രം നിറങ്ങളുള്ള സ്വപ്നങ്ങളാണ് കാണാറുള്ളത്. എന്നാൽ പലർക്കും സ്വപ്നങ്ങൾ അനുഭവപ്പെടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കുമെന്ന് മാത്രം. സ്വപ്നങ്ങൾ എത്രയോ മനോഹരവും അത്ഭുതവുമായിരിക്കുന്നു. പക്ഷേ അത് വെറും നമ്മുടെ തലച്ചോർ കളിക്കുന്ന ഒരു സിനിമ മാത്രമാണ്. സ്വപ്നം അതാണ്, ഒരു മറഞ്ഞിരിക്കുന്ന ലോകം. നമ്മുടെ മനസ്സിന്റെ ദൃശ്യചിന്തകൾ, നമ്മുടെ ഉള്ളിലെ ഭീതിയും ആഗ്രഹങ്ങളുമെല്ലാം സമന്വയിപ്പിച്ചുണ്ടാകുന്ന ഒരു വിഷ്വലൈസേഷൻ മാത്രമാണ്. നിങ്ങളെ പോലെ എത്രയോ പേരാണ് ഇന്നും ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചിറങ്ങുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കാൻ വീഡിയോയിൽ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.